വാഹന ലോകത്തെ രാജാവെന്നതുകൊണ്ടാവാം കാറുകളിൽ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് റോൾസ് റോയ്സിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വുഡ് ട്രിം ഒരുപാട് വുഡ് നൽകി അത്ര ആ ലക്ഷറി ഫീൽ നല്ലോണം നൽകുന്നുണ്ട്. പിന്നെ ലെതറിൻ്റെ ക്വാളിറ്റി, പിന്നെ കാർപ്പറ്റ്സ് എല്ലാം ആവട്ടെ അത്രയും നല്ല ഉയർന്ന വുളൻ കാർപ്പറ്റ്സും എല്ലാമാണ് കമ്പനി സ്റ്റാൻഡേർഡായിട്ട് നൽകുന്നത്. പിന്നെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ വണ്ടി ബുക്ക് ചെയ്താലും ഇഷ്ടമുള്ള പ്രകാരം അണിയിച്ചൊരുക്കുന്ന രീതിയിലാണ് കമ്പനി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ടൊന്നുമില്ല. നമുക്ക് എന്താ വേണ്ട ഫീച്ചേഴ്സ് അതെല്ലാം തന്നെ ആഡ് ചെയ്യാനും വേണ്ട കളർ ചൂസ് ചെയ്യാൻ, വേണ്ട കളർ വുഡ് ട്രിം ചൂസ് ചെയ്യാനും എല്ലാം തന്നെ പറ്റും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതിലുള്ള ഓരോ ഫീച്ചേഴ്സാണ്. ഒരുവിധ എല്ലാ മോഡേൺ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. എന്നാലും ആ ക്ലാസിക് ടച്ച് ഇപ്പോഴും അത് റോൾസ് റോയ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് എല്ലാം തന്നെ ക്രോം പ്ലേറ്റഡ് എല്ലാം ആക്കി അത് നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എയർ വെൻ്റ് എല്ലാം തന്നെ റൗണ്ടായിട്ട് ആ പഴയ മോഡലുകൾ കണ്ടുവന്നിട്ടുള്ള അതേപോലെ തന്നെ റൗണ്ടായിട്ട് കൊടുക്കുകയും അതിനെല്ലാം തന്നെ ക്രോം ഫിനിഷിങ് കൊടുക്കുകയും പിന്നെ എല്ലാം തന്നെ മറ്റേ പ്ലാസ്റ്റിക്കിന് പകരം ക്രോം ബട്ടൺസ് നൽകുന്നു. ഇതെല്ലാം തന്നെ ആ ക്ലാസിക് ടച്ചും പിന്നെ മോഡേൺ ഒരു ബ്ലണ്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ ദിസ് ഇസ് വൺ ഓഫ് ദ ലക്ഷൂറിയസ് ഇൻറ്റീരിയർ ഇൻ എനി കാർസ് ഐ ഹാവ് സീൻ. ഇന്ന് റോൾസ് റോയ്സ് കമ്പനി ഓൺ ചെയ്യുന്ന BMW തന്നെയാണ് റോൾസ് റോയ്സിന് എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നൽകുന്നത്. അതുകൊണ്ട് തന്നെ BMW വരുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സും നമുക്ക് റോൾസ് റോയ്സിന് കാണാം. ഉദാഹരണം ഇപ്പം BMW iDrive സിസ്റ്റം, വണ്ടിയുടെ എല്ലാവിധ കൺട്രോളുകളും കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റമാണത്. ഈ നോബ് ഉപയോഗിച്ച് നമുക്ക് ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ LCD സ്ക്രീനിലൂടെ എല്ലാവിധ കൺട്രോളുകളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സിക്കോണിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് റോൾസ് റോയ്സ് ഫാൻഡത്തിൽ നൽകിയിട്ടുള്ളത്. വളരെ എഫക്റ്റീവായിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണത്. ഇപ്പോൾ പിന്നിലിരുന്ന് നമ്മൾ LCDയിൽ TV മറ്റോ കാണുകയാണെങ്കിൽ തന്നെ ഇഷ്ടമുള്ള CDയിൽ നമുക്ക് പിക്ചേഴ്സ് കാണാം. ആ കാണുമ്പോൾ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഡോൾബി സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇതിന് പുറമെ ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റുമാണ്. പകലത്ര വെളിച്ചം തോന്നിട്ടില്ലെങ്കിലും രാത്രിയെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഒരു സിനോൺ ലൈറ്റിനെ പോലെ ഒരു വൈറ്റ് ലൈറ്റാണ് ഇതിലുള്ളത്. പിന്നെ ആംബിയൻ ലൈറ്റിംഗ്, പിന്നെ നമ്മൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാവുന്ന ലൈറ്റ് എത്ര വേണം അതിനനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് ലൈറ്റ് സിസ്റ്റം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കോടികൾ ചെലവഴിച്ച് ഫാൻഡം വാങ്ങുന്ന ആരും തന്നെ ഇത് ഡ്രൈവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ബാക്ക് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആവാം കമ്പനി ബാക്ക് സീറ്റ് അറേഞ്ച് ചെയ്യുന്നതിലാണ് ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എക്സ്റ്റെൻഡഡ് വീൽ ബേസ് ആണ്, അതുകൊണ്ട് തന്നെ വളരെയധികം സ്ഥലം ഇതിലുണ്ട്, ലെഗ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് വീൽ ബേസ് ആണെങ്കിൽ കൂടി നല്ല ലെഗ് സ്പേസ് ഇപ്പം ഏത് ലക്ഷറി കാർ കമ്പയർ ചെയ്താലും അതിനെക്കാട്ടും ലെഗ് സ്പേസ് ആണ് ഫാൻഡത്തിലുള്ളത്. അതിന് പുറമെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡോർ അടിക്കാവുന്ന ഫീച്ചറുണ്ട്. പിന്നെ ബാക്കിൽ AC സെപ്പറേറ്റ് ആയിട്ട് AC കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, LCD TV ഉണ്ട്. ഇതിന് പുറമെ ഇതിന് ഉള്ള സീറ്റ് നോർമലി ഫാൻഡത്തിൽ വരുന്ന നോർമൽ സീറ്റിന് സോഫ സീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സാധാരണ സോഫയിലെല്ലാം ഉള്ള പോലെ തന്നെ രണ്ട് സൈഡിൽ ഹാൻഡ് റെസ്റ്റും ആയിട്ട് നമ്മളൊരു വീട്ടിലൊരു ലിവിങ് റൂമിൽ ഇരിക്കുന്ന രൂപത്തിലാണ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓപ്ഷണലായിട്ട് ഇൻഡിവിജ്വൽ സീറ്റും ലഭിക്കും. അതിലും എല്ലാം തന്നെ മെസ്സാജറും പിന്നെ ഹീറ്റിംഗ് കൂളിംഗ് സിസ്റ്റം എല്ലാം തന്നെ കമ്പനി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2.25 ടൺ ഭാരമുള്ള ഫാൻഡത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു V12 എഞ്ചിനാണ് കമ്പനി നൽകിയിട്ടുള്ളത്. 6750 cc ഉള്ള ഈ എഞ്ചിന് 425 bhp പവറും 750 Nm ടോർക്കുമാണുള്ളത്. ഇതിനോട് ഫിറ്റ് ചെയ്തിട്ടുള്ള ZF-ന്റെ 6 സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷനാണ്. 0 to 100 വെറും 6 സെക്കൻഡ് മാത്രമേ വേണ്ടിയുള്ളൂ. 250 km/h ആയിട്ട് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ടെസ്റ്റിൽ നമുക്ക് ആവറേജ് 4.5 km മൈലേജ് ലഭിച്ചത്.